എന്താ ചെയ്യാ? ദേഷ്യപ്പെട്ട് കട്ടാക്കാം. ഓ ഗോഡ്, ഞാൻ തീർന്നു. ഈ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ദേഷ്യപ്പെടും? കൺട്രോൾ. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കട്ടാക്കിക്കോട്ടെ. അപ്പോൾ ഒന്നും പറയല്ല. ശരിയെന്നാ കട്ടാക്കുവോ? കട്ട് ചെയ്തോ? ഇത്രയും കാലം ഞാൻ മൈൻഡാക്കാതെ ഇരുന്നേലായിരുന്നു. ഇപ്പോൾ ഞാൻ മൈൻഡാക്കിയപ്പോൾ അവൾക്ക് വല്ലാത്ത ഈഗോ. എനിക്ക് യുഗമുണ്ട്, ഞാൻ ഇനി വിളിക്കില്ല. സാറേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്താണാവോ സാറേ? സ്വപ്നത്തിൽ സാറിന്റെ ബയോളജി ക്ലാസ് വരണം. ഓ, സാറായി പോയില്ലേ സ്റ്റുഡന്റ്. പഠിപ്പിച്ചല്ലേ പറ്റൂ. സാർ അതിനെ തീരെ അല്ലല്ലോ പഠിപ്പിക്കുന്നേ. പിന്നെ പ്രാക്ടിക്കല് ഈ സമയത്ത്. ഓ, അഭിയാണോ? കട്ടാക്കിയ? അല്ല, എന്താ കണ്ടേ? പിന്നെയും വിളിക്കുന്നോ? പിന്നെയും കട്ടാക്കിയ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എടാ അഭി, നിന്നെ നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ കട്ടാക്കി? ഒന്നുമില്ലടാ, നീ പറ, എന്താ വിളിച്ചേ? നീ അല്ലേടാ പറഞ്ഞേ അവള് വീഡിയോ കോൾ വിളിക്കേ. എന്നിട്ട് വിളിച്ചിട്ട് അവൾ ഫോൺ കട്ടാക്കി പോയി. ഇനി ഞാൻ വിളിക്കില്ല. എടാ അഭി, പെമ്പിള്ളാര് അങ്ങനെയാടാ, അതുകൊണ്ട് നീ ഒന്നും കൂടി വിളിക്കാനോനെ. ഞാൻ വിളിക്കില്ല. ഇതെന്റെ ഈഗോ പ്രശ്നം. എടാ ലവില് ഈഗോ ഇല്ല, വിളിക്കുക. ഇല്ല കാർത്തി, ഞാൻ വിളിക്കില്ല. ഈ അഭി അങ്ങനെ താരത്തില്ല. എന്റെ പൊന്നഭി, നീ പുഷ്പ കളിക്കാണ്ട് വിളിക്കാൻ കൂട്. എടാ ഇപ്പൊ താര്, കല്യാണത്തിന് ശേഷം താരണ്ട. നീ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ വിളിക്കാം. നീ പറഞ്ഞോണ്ട് മാത്രം. അപ്പൊ ഓക്കേടാ, ശരി. എടാ ഹലോ, നീ അപ്പത്തേനും വെച്ചോ? ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോന്ന് നോക്കിയേ. ഞാൻ കട്ടാക്കിയെന്ന് വെച്ച് സാറിനെ കൂടെ വിളിക്കാൻ പാടില്ല എന്നുണ്ടോ? ഏത് നേരത്താണോ എനിക്ക് കള്ളം പറയാൻ തോന്നിയത്? സാറിന് ഇപ്പം എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. സാറ് വിളിക്കുന്നത്. താൻ എൻ്റെ കോളിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലേ? അല്ല, ഒരു റിങ് പോലും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. അത് എൻ്റെ ഫോൺ എൻ്റെ ഇഷ്ടത്തിന് എടുക്കും ഞാൻ. ഇപ്പം എടുത്തതാണോ കുറ്റം? അനു, താനിങ്ങനെ ചൂടാവതടോ. ഈശ്വര, എന്താ ഇങ്ങനെ ഇടട്ടോണ്? ഇങ്ങനെ എന്ത് ഭാവിച്ച? ഞാൻ തീർന്നു. സാറിനിപ്പോ എന്താ വേണ്ടേ? അത് പറഞ്ഞാ താൻ തരുമോ? എന്താന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റൂ. അതെനിക്കിപ്പോ തന്നോട് ചോദിക്കാൻ പറ്റില്ല. ശരി, എന്നാ ചോദിക്കണ്ട, ഞാൻ കട്ട് ചെയ്യോ? എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തോ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. ശരി, ഓക്കെ. കട്ടാക്കിയോ? അതെന്നെ കട്ടാക്കല? ഓ, അതെന്തായിരിക്കും പറയാൻ വന്നേ? എങ്ങനെ അറിയാ? ഹലോ. ഞാൻ സാറിനെ വിളിച്ചതല്ല, നമ്പർ മാറിപ്പോയി. ഞാൻ നന്ദുവിനെ വിളിച്ചതാ. ഓഹോ, നന്ദുവിനെ വിളിച്ചാലേ? ഇപ്പൊ ശരിക്ക് തരാം. എന്നാ താൻ നന്ദുവിനെ വിളിച്ച് സംസാരിച്ചോ. എനിക്കിവിടെ ഒരാളോട് സംസാരിക്കാനുണ്ട്. ഹലോ സാർ, ഇനി സാറ് വേറെ പെണ്ണായിട്ട് സെറ്റായോ? അയ്യോ, എൻ്റെ സമാധാനം പോയി. ഇങ്ങനെ ഉറങ്ങിയൊന്നുമില്ലേ? ഇത്ര നേരമായല്ലോ. ഇതെന്താ ഓൺലൈനിൽ? എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, ചേട്ടൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം. അനദർ കോളോ? ഗുഡ് മോർണിംഗ്. ഒന്ന് പോടാ, ഇന്നത്തെ ദിവസം പോയി. എന്നടാ അഭി, നീ എന്താ നിന്റെ ഫോൺ കട്ടാക്കണ്ടെന്ന് പറഞ്ഞേ? അത് ചുമ്മാ. എടി നന്ദു, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ടേ. ഇന്റർവെല്ലിന് ഇവിടെ തന്നെ ഇരിക്കണേ. അനു, എന്റെ ടേബിളിൽ നിന്ന് ആ ചോക്ക് എടുത്തിട്ട് വന്നേ. ഓക്കെ സാർ, എടുത്തിട്ട് വരാം. അനു, ഓടാതെ പോണം. ഓക്കെ സാർ. ചോക്കാണോ അതോ വിക്സ് ആണോ? ചോക്ക്. ചോക്ക്. ഓ, ചോക്ക്. ദാ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോ. ഓ, ആരോടാണോ ചാറ്റ്? ആരോടാണ് എന്താനു? ഏത് നേരത്താണ് എനിക്ക് ഓർമ്മയില്ലെന്ന് പറയാൻ തോന്നി. എന്റെ സാർ കൈവിട്ടു പോയി. സാർ ഇന്നലെ എന്തോ പ്രോമിസ് ചെയ്തായിരുന്നു. സാറപ്പോ കുറച്ച് ഫുഡാണ് കഴിക്കുള്ളൂ. നല്ലോണം ഫുഡ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യും. ഓ, ഒരു ബോയ് ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തിന്? സിക്സ് വേണ്ടിയോ? അതെ. എടി നന്ദു, ഒന്ന് വേഗം വന്നേടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പരിപാടി രണ്ടും കൂടി ഇത് എങ്ങോട്ടാണോ? എന്താടി കാര്യം? എടി നന്ദു, എനിക്കെല്ലാം ഓർമ്മയുണ്ടടി. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? കുറച്ച് നാള്
സാറിൻ്റെ പുറകടക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞാടി. ഈശ്വര, ഇത് വിശ്വസിച്ച് ഞാൻ. എടി പട്ടി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഇവളെന്തിനാ എന്നെ അടിച്ചിട്ട് ഓടുന്നത്? ഇനി ഇവക്ക് എന്താണാവോ പറ്റി? അതാലോചിക്കാൻ എനിക്ക് സമയമില്ല. എൻ്റെ സാറ് കൈവിട്ടു പോയി. നിനക്കപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല എന്നെ മോളെ അനു. നിനക്കെന്നെ ശരിക്കും അറിയില്ല, ഞാൻ കാണിച്ചു തരാം. സാർ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എന്തിന്? ഇനി ഞാനും സാറും തമ്മിൽ ഒരു ബന്ധമല്ല. ഇനി സാർ എൻ്റെ സാറും ഞാൻ സാറിൻ്റെ സ്റ്റുഡൻറ്റുമാ. അതിനിപ്പോ എന്താണ്ടായേ? ഇത് ഞാൻ സാറിനോട് പറയാനാ വന്നാൽ ഞാൻ പോവാ. ഇവക്ക് എന്നെ വട്ടായോ? കാർത്തി, എന്നാലും അവൾ എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു. ഇവനെന്താ പറ്റിയേ? എന്നാലും അവൾ എന്നോട് ബ്രേക്കപ്പ് എന്ന്. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി അതും ബ്രേക്കപ്പ് എന്ന്? അത് തന്നെ, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തായിരിക്കും അത്? ഇവിടെയും കൂടി സാധനം വെച്ചാ അത് കാണില്ലല്ലോ. അവനെന്താടാ പറ്റിയത്? സ്റ്റുഡൻറ്റിനും സാറിനും വട്ടായെന്നാ തോന്നണേ. ഇങ്ങനെ പോയാ എനിക്കും വട്ട് പിടിക്കും. ഒന്നും അറിയില്ലാത്തവരെ ഇരിക്കുന്ന കണ്ടില്ലേ? ഈശ്വര, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? നാളെ ഒന്നും ആയിക്കോട്ടെ, നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. വേണ്ടടാ, തിരിഞ്ഞു നോക്കണ്ട. അവൻ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് എറിയും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും, അതാ നല്ലത്. അമ്മ, ഞാനൊരു കഥാപ്രസംഗം കേൾക്കാൻ വന്നേക്കുവാ. ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഒരു കടുവ സാറിന്റെ വിലാപം. ഇതൊക്കെ എന്നെ താരെ പോകുന്നേ. അവൾക്ക് ഓർമ്മയില്ലാന്ന് പോലും. അത് വിശ്വസിച്ച് ഞാൻ മണ്ടൻ. എനിക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യേണ്ടി വന്നു, റൊമാൻസ്. അതൊക്കെ പോട്ടെ, ഇത്രയും നാളും ഞാൻ കാത്തു വെച്ച് എൻ്റെ ഇമേജ് അത് പോയില്ലേ? അത് ഓർക്കും വരെ എനിക്ക്. ഇവൻ എന്നെ നേർച്ചയും നേർന്നിട്ടുണ്ടോ കപ്പുടയ്ക്കാന്ന്? ഇനി ഇത് ഏത് പൊട്ടനാണാവോ? ഞാനത് അവിടെ വെച്ച്, എന്നാലും അതെന്തി എവിടെയാ കൊണ്ടുവന്ന് വെച്ചേ? എൻ്റെ നടുടിഞ്ഞ്. എടാ പഞ്ചാര, നീ പോണവന് എന്താടാ പറ്റിയത്? ഐ ഡോണ്ട് നോ. നിനക്ക് എന്താ പറ്റിയെന്ന് പറ, കേക്കട്ടെ. എടാ, നിങ്ങളോട് ഞാൻ വലിയൊരു കാര്യം മറച്ചു വെച്ച്. എന്താടാ അത്? അതിനെ വേണമെന്ന് വെച്ച് ചെയ്തല്ലടാ. അത് കേട്ടിട്ട് പറയാം, നീ കാര്യം പറ. ഞാനും നന്ദു സെറ്റായായിരുന്നു. പിന്നെ അഭി വിഷമിക്കണ്ടല്ലോ എന്നോർത്താ നിന്നോടും അവനോടൊന്നും പറയാതിരുന്നേ. നീ എന്താടാ നട്ടാത്തെ? അറിഞ്ഞ കാര്യത്തിന് എന്തിനാടാ നെട്ടുന്നേ? എന്തോന്ന്? അതൊക്കെ എപ്പാ? അത് കോളേജിൽ. എടാ, നിനക്ക് എന്താ വേണ്ടേ? ചായ വേണം, കോഫി വേണോ? നമുക്ക് ചായ. എനിക്ക് കോഫി. പച്ചവെള്ളല്ലേ? ഓക്കെ. എന്നാടാ, ഇനി എന്തിനു വേണേ പറയണേ. പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് നീ ചൂടൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. ഇതൊരുമാതിരി ചക്കാന്ന് പറഞ്ഞിട്ട് മാങ്ങാന്ന് കേട്ടിട്ട് കോക്കനട്ടെന്ന് എഴുതി വെച്ച അവസ്ഥയാണല്ലോ ഭഗവാനെ. എന്താണ് നിങ്ങൾ കുടിക്കാത്ത? കുടിക്ക്, ചൂടാറിയിട്ട് കുടിച്ചോളാടാ. അതെന്താടാ കാർത്തി, എനിക്കിപ്പോ കുടിച്ച? ഇനി ഇവിടെ നിൽക്കണ്ട, പതിയെ മുങ്ങാം. സബാഷ്. എങ്ങോട്ടാ? പഞ്ചാര എങ്ങോട്ടാ വന്ന്? ഞാനിങ്ങോട്ട് വരല്ലോ. കടുവയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. തന്റെ പ്രശ്നം എന്താ? താൻ എന്തിനാ ബ്രേക്ക് പറഞ്ഞേ? അതെനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല. വേണ്ട, എന്റെ അടുത്ത് വരണ്ട. വന്നാ അടുത്ത് വരണ്ട. എന്റെ ദേഹത്തോടരുത്.
സാർ കയ്യിൽ വിട്, കൈ വേദനിക്കുന്നു. ഓ വേദനിച്ചോ, സോറി. സാർ ഐ ലവ് യു. ഇവിടുത്തെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയോ? ആ പോയി സാർ. ആ ഓക്കെ. ഇങ്ങനെന്തിനാ വാതിലൊക്കെ അടയ്ക്കുന്നത്? അനു, എന്താ സാർ? തനിക്ക് ഓർമ്മ കാണില്ലെന്ന് അറിയാം. അന്ന് നമ്മള് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു. പലതെന്ന് വെച്ചാ റൈഡ്. റൈഡോ? ഇങ്ങനെ എന്നെ തൊടുന്ന മോനും പേടിച്ചിട്ടാ പിന്നെയല്ലേ റൈഡ്? സാർ അങ്ങനെയൊന്നും ഉണ്ടോ? മിണ്ടാതെ ഞാൻ പറയുന്ന കേക്ക്. അന്ന് നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലാത്തത് അനു. തനിക്ക് ഓർമ്മ വരാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്ത്? ഐ വാണ്ട് ടു ബി റൈഡ് അഗൈൻ. സാർ വേണ്ട. എനിക്ക് വേണം. Shall we start? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞ സാറിനോട്. സാറേ എനിക്ക് 12 വയസ്സ് വരെ ആയിട്ടില്ല. ജയിലിൽ പോയി കിടക്കേണ്ടി വരും കേട്ടോ. ഇത് നിന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ എത്രയും ചെയ്തു കൂട്ടി. അതായിരുന്നു നേരത്തെ തന്നെ. ചിരിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാർത്തി എന്തായി? സെറ്റായോ? ആടാ സെറ്റായി. അല്ല എന്താ ഇങ്ങോട്ടൊക്കെ? എടാ സീതമ്മ ഇഷ്ടാന്ന് പറഞ്ഞൂടാ? ആഹാ കൊള്ളാലോ. ആ അപ്പൊ ചെലവുണ്ട്. ഓക്കെ ഓക്കെ അതൊക്കെ സെറ്റ്. അബി എന്തേടാ? ഇത് അപ്പുറത്തുണ്ട്. എന്നാ ഞാൻ കണ്ടിട്ട് വരാം. എടാ പഞ്ചാരെ, അനു അബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നാലും മുഖത്ത് എക്സ്പ്രഷൻസ് കാണേണ്ട തന്നെയായിരുന്നു. സാർ ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ. ഞാൻ ചിരിക്കല്ലെന്ന് പറഞ്ഞേ. സോറി, ഇനി ചിരിക്കില്ല. സാർ എന്താ? എനിക്കൊരു ഉമ്മ തരുമോ സാർ? ആ ഗിരി എന്താണ് ഇവിടെ? ഏട്ടനോ? ജസ്റ്റ് മിസ്. ഏയ് വെറുതെ വന്നാടാ. അല്ല ഇവിടെ ആരും ഇല്ലേ? നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? അത് ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അതാ ഞാൻ സാറിനോട് ഡൗട്ട് ചോദിക്കുകയായിരുന്നു. ആ അതെ. ഇതെന്താ നിങ്ങളിങ്ങനെ വേർക്കണേ? അത് കറണ്ട് ഇല്ലാത്തോണ്ട്. ആ അത് തന്നെ, കറണ്ട് ഇല്ലാത്തോണ്ട് ഫാനില്ല. അബി നീങ്ങ വന്നേ. എന്താടാ? എടാ അബി, ഞാനും സീത സെറ്റായി. അത് പറയാനാ വന്നത്. ഇത് അവള് കേൾക്കണ്ട. എന്താണോ ഇത്ര വലിയ രഹസ്യം? ഇനി നോക്കി കണ്ട. വാ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എടാ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അനു അറിയണ്ട. അവൾ അറിഞ്ഞ കളിയേക്കും. എടാ ഗിരി തല്ലല്ലേടാ. എടാ അബി ഇങ്ങോട്ട് മാറി നിക്കടാ. യുവമാരിതെന്താ കാണിക്കണേ? ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? എടാ അബി നീ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. എന്തിന്? ഗിരി ഞങ്ങളെല്ലാം പറയാം. നീ അവനൊന്നും ചെയ്യരുത്. ഇവന്മാരിത് കൊളാക്കും. എന്താടാ? എടാ അബി നീ മിണ്ടായിരിക്കും, ഞങ്ങളുണ്ട്. എടാ ഗിരി, അനു അബിയും ഇഷ്ടത്തിലാണ്. 2 വർഷമായി. അനു ഓർമ്മയില്ലാന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അബി ചോദിക്കാൻ ചെന്നേ. അപ്പോഴാ നീ നശിപ്പിച്ച് തീർന്ന്. അനു നിനക്കെന്തേലും പറയാനുണ്ടോ? എന്നെക്കാൾ നല്ലോണം ചേട്ടൻ്റെ ഫ്രണ്ടിനെ അറിയില്ലേ? സാർ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞാൻ സ്നേഹിച്ചു പോയിട്ട്.
അബി, തല കുനിച്ചിക്ക. നീ വല്ല തെറ്റും ചെയ്തോ? എടാ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാ അബി തെറ്റാവുന്നേ? സ്നേഹത്തിന് അറിയില്ലല്ലോ ഫ്രണ്ടിൻ്റെ അനിയത്തിയൊന്നൊന്നും. എടാ, നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞപ്പോഴേ എന്നെ അപ്പം തന്നെ കെട്ടിച്ചല്ലായിരുന്നോ? എന്താ? എടാ പൊട്ട, നീ അവളെ കെട്ടിക്കോളാൻ. നിങ്ങൾക്കിത് കുറച്ച് നേരത്തെ എന്നോട് പറയായിരുന്നു. അപ്പം നീ ഒന്നും അറിഞ്ഞില്ലായിരുന്ന? ഇല്ല. ഹലോ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊരു ആംബുലൻസ് വയ്ക്കണേ. ഓടരുത്. ഒന്ന് പോടാ, ഞാൻ ഓടും. എന്നെയും കൂടി കൊണ്ടുപോടാ. ഇനി അവരെന്തിനാ ഓടുന്നത്? നന്ദു, ഇവിടെ പല സംഭവങ്ങളുണ്ടായി, ഞാൻ പറഞ്ഞുതരാം. ഗിരി, നിന്റെ ലവ് സ്റ്റോറി എന്താടാ? ഇന്ന് എന്തായാലും നീ പറഞ്ഞേ പറ്റൂ. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന, തിരിച്ച് കിട്ടില്ലാത്ത നമ്മുടെ 10ാം ക്ലാസ്. അവിടെ നിന്നാണ് എൻ്റെ ലവ് സ്റ്റോറിയുടെ ബിഗിനിങ്. വിക്കി, അവനായിരുന്നു എൻ്റെ അവിടുത്തെ എതിരാളി. എനിക്ക് അവനെയും അവനെ എനിക്കും എന്താണെന്ന് അറിഞ്ഞൂടാ. കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഒരു ദിവസം അവൻ ഒരു കാര്യമില്ലാണ്ട് അന്നെന്തോ എനിക്ക് ദേഷ്യം തിളച്ചങ്ങ് വന്നു. ഡാ വിക്കി, ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആണോ? ഞാൻ അറിഞ്ഞില്ല. അറിയിച്ചു തരാടാ. തല്ലടാ? എന്തേ തല്ലുന്നതിന്റെ? നിന്നെ ഞാൻ നീ ഇവന്റെ അനിയത്തിയാണോ? പേരെന്താ? സീത. സീത. പെട്ടെന്ന് അവള് ഞാനൊന്ന് പതറിപ്പോയൊരു നിമിഷം. അപ്പം എനിക്ക് ഒന്നേ തോന്നിയുള്ളൂ, എന്റെ അനിയത്തിനെ കൊണ്ട് എങ്ങോട്ടാടാ നീ? പിന്നെ ആ ഓട്ടം നിന്നത് ഹോസ്പിറ്റലിലാണ്. അന്ന് തൊട്ട് നടക്കാൻ തുടങ്ങിയത് അവിടെ പുറകെ. ചോറ് തട്ടിച്ചടിച്ചൊന്നും പറഞ്ഞ് ചേട്ടനെ അടിച്ചിട്ടിട്ട് അനിയത്തിനെ എടുത്തോണ്ട് ഓടി. കൊള്ളാടാ ഗിരി, നീ നല്ലവനാടാ. എടാ, എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. അവിടെ രണ്ടുപേരും പഠിത്തം കഴിയണവരെ നിങ്ങൾ ഒന്ന്... നീ പേടിക്കണ്ടടാ, അവിടെ പഠിത്തം കഴിയണവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. വെയിറ്റിങ്ങും ഒരു സുഖം തന്നെയാ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ജോബ് കിട്ടുന്നവരെ കോള് ചെയ്യില്ല. പിന്നെ പഠിത്തം കഴിയണവരെ സാറ് സ്റ്റുഡൻറ്റുമായിട്ട് തന്നെ ഇരിക്കും. ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കില്ല.